നിങ്ങൾ ഇന്ന് വായിക്കാനും കേൾക്കാനും പോകുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ 34-ാം ഭാഗമാണ്. രചനയും അവതരണവും ഇമ്മാനുവൽ. ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ. തീരുമാനിച്ചതിൽ നിന്നും അരമണിക്കൂർ വൈകിയെങ്കിലും അവരെല്ലാവരും സന്തോഷമായി പുറപ്പെട്ടു. 10 മണി ആയപ്പോഴേക്കും മാനന്തവാടിയിലെത്തി. നേരെ പോയത് പുതിയ കെട്ടിടം പണിത സ്ഥലത്തേക്ക് തന്നെയാണ്. പണിത കെട്ടിടവും ലഭ്യമായ മറ്റ് സൗകര്യങ്ങളും ലോനപ്പനും ജിൻസിനും ഒക്കെ വളരെ നന്നായി ഇഷ്ടപ്പെട്ടു. ഒരു ഫിനാൻസ് കമ്പനി തുടങ്ങാൻ പറ്റിയ സാഹചര്യമാണ് ഇവിടെ എന്നാണ് പരിചയസമ്പന്നനായ ലോനപ്പൻ്റെ വിലയിരുത്തൽ. ആ വിലയിരുത്തലിന് ചെറിയാച്ചൻ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആകെ വരുന്ന 2 മുറികളിൽ 1 മാത്രമേ ഫിനാൻസ് കമ്പനിക്ക് ആവശ്യമുള്ളൂ. താഴത്തെ നിലയിൽ വലിയൊരു മുറി കൂടി വാടകയ്ക്ക് പോകാതെ ഇനിയും ബാക്കിയുണ്ട്. ആ മുറിയുടെ കാര്യം വന്ന വഴിക്ക് ചർച്ച ചെയ്തതാണ്. വേറെ ഏതെങ്കിലും സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അത് നേട്ടമായല്ലോ എന്ന് കരുതിയാണ് വാടകയ്ക്ക് പോകാത്ത വലിയ മുറിയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ ജിൻസാണ് ഒരു അഭിപ്രായം പറഞ്ഞത്. അങ്കിളെ, ഇപ്പോഴത്തെ പ്രവണത വെച്ച് ജ്വല്ലറി തുടങ്ങാൻ കഴിയുമെങ്കിൽ വളരെ ഭാവിയുള്ള ഒരു ബിസിനസ്സാണ്. ഇപ്പോൾ അങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സൊക്കെ നിന്നു പോകാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ ഫിനാൻസിനോടൊപ്പം ജ്വല്ലറി കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. മാത്രവുമല്ല, ഡെപ്പോസിറ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ വിശ്വാസ്യതയും ആകും. ചെറിയാച്ചൻ നാളിതുവരെ അങ്ങനെയൊരു മേഖലയെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. സ്വർണത്തെപ്പറ്റി കാര്യമായി ഒന്നും അറിയില്ല താനും. അതിൻ്റെ ബിസിനസ്സിനെ പറ്റിയാണെങ്കിൽ ഒട്ടും അറിയില്ല. പക്ഷേ ഇത്രയും കാലം എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്തത് അറിഞ്ഞു വെച്ചുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും. ആദ്യമായ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നത് അറിഞ്ഞു വെച്ചുകൊണ്ട് പറ്റില്ലല്ലോ. ആദ്യമായി ചാരായം ലേലം പിടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴും മനസ്സിൽ ഇത്തരം പരാജയ സാധ്യതകളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നതാണ്. അന്ന് അതൊക്കെ അങ്ങ് മറികടന്നു. അതുകൊണ്ട് ആ മേഖലയിൽ വിജയിക്കാനും കഴിഞ്ഞു. അതിൽ നിന്നിപ്പോൾ പുതിയ പുതിയ മേഖലകളിലേക്ക് കടക്കാനും കഴിഞ്ഞു. അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ കാണുകയുള്ളൂ ജ്വല്ലറിയുടെ കാര്യത്തിലും എന്നാണ് ചെറിയാച്ചൻ വാഹനത്തിലിരുന്ന് ചിന്തിച്ചത്. സാധാരണ ഏത് ബിസിനസ് തുടങ്ങുമ്പോഴും അനുവാദം ചോദിക്കുന്ന ഒരാൾ ഉണ്ടല്ലോ. ആ അനുവാദം ഏതായാലും പ്രധാനമായും ചോദിച്ചു വാങ്ങണം. അത് കിട്ടിക്കഴിഞ്ഞ് മാത്രമേ ജ്വല്ലറിയുടെ കാര്യവും ചിന്തിക്കുകയുള്ളൂ. ആദ്യം എന്തായാലും ഫിനാൻസ് കമ്പനി തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് ബാക്കി ഏത് കാര്യവും ആലോചിക്കാം. ജ്വല്ലറി ബിസിനസ്സിനെ പറ്റി ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ലല്ലോ മോനെ. അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ വിശ്വാസ്യതയോടുകൂടി അറിയാൻ എന്താണ് ഒരു മാർഗം? അങ്ങനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കാണാൻ സൗകര്യപ്പെടുത്തിയാൽ അതിനെപ്പറ്റിയും കൂടുതൽ അറിയാമായിരുന്നു. ചിലപ്പോൾ കോഴിക്കോട് നിങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെ കാണും ജ്വല്ലറിക്കാർ. അങ്കിൾ പറഞ്ഞത് ശരിയാണ്. ഞങ്ങളോട് പണം വാങ്ങുന്നവരും ജ്വല്ലറിക്കാരിൽ ഉണ്ട്. അവരിൽ ആരെങ്കിലും ഒരാളെ നമുക്ക് തരപ്പെടുത്താം. അടുത്ത തവണ അങ്കിൾ കോഴിക്കോട് വരുമ്പോൾ ജ്വല്ലറി ബിസിനസ്സിൻ്റെ വിശദ വിവരങ്ങൾ ഞാൻ തന്നെ പറഞ്ഞു തരാം. എന്താ, അതുപോലെ? എവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു എന്നും ഏതൊക്കെ കാര്യങ്ങളായി അതിനായി സജ്ജീകരിക്കേണ്ടത് എന്നും അത്യാവശ്യം വേണ്ടതായ മറ്റു വിവരങ്ങളും ഞാൻ അന്വേഷിച്ച് പറഞ്ഞു തരാം. അങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം. ഞാനത് തുടങ്ങാനുള്ള പദ്ധതികൾ ഇപ്പോൾ തന്നെ ആലോചിച്ചു തുടങ്ങുകയും ചെയ്യാം. ഏതായാലും നമുക്കിപ്പോൾ ഉദ്ദേശിച്ച പ്രസ്ഥാനത്തിൻ്റെ വിവരങ്ങൾ അറിയണം. അതാണ് ഇന്നത്തെ പ്രധാന പദ്ധതി. ഒന്ന് കഴിയട്ടെ, എന്നിട്ട് അടുത്തത് ആലോചിക്കാമെന്നേ. കെട്ടിടത്തിൽ അധിക സമയം ചെലവഴിക്കേണ്ടി വന്നില്ല. മുറിയിലെ ഫർണിഷിംഗ് സംബന്ധിച്ച് കോൺട്രാക്ടർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകിയതിന് ശേഷം താഴത്തെ മുറിയും വിശദമായി കണ്ട് അവർ ഹോട്ടലിലേക്ക് പോയി. 11 മണി കഴിയുമ്പോൾ
ചായ കുടിക്കുന്ന സ്വഭാവം കാർന്നോന്മാർക്ക് 2 പേർക്കും ഉണ്ട്. ജിൻസിനും റിൻസിക്കും എലിസബത്തിനും ഒന്നും ആ സ്വഭാവം അങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടില്ല. എന്നാലും ചെറിയാച്ചനും ലോനപ്പനും 11:30-ക്കുള്ള ചായ കുടി ഏതാണ്ട് നിർബന്ധമാണ്. അതുകൊണ്ട് ആ സമയം കൃത്യമായപ്പോഴേക്കും അവർ ചെറിയാച്ചൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ എത്തി. ചായ കുടിയും മറ്റുമായി അരമണിക്കൂർ ചെലവാക്കിയതിന് ശേഷം അവർ ചെറിയാച്ചൻ്റെ ഓഫീസിൽ കയറി. അവിടെ പ്രധാനമായും പരിചയപ്പെട്ടത് നമ്മുടെ തൊമ്മനെയാണ്. എല്ലാ കാര്യങ്ങൾക്കും ചെറിയാച്ചന് നിർദ്ദേശം കൊടുക്കുന്ന നിസ്വാർത്ഥനായ ഒരു മനുഷ്യൻ. തൊമ്മനെപ്പറ്റി അങ്ങനെയാണ് അവർക്ക് തോന്നുന്നതും അവർ കണക്ക് കൂട്ടിയിരുന്നതും. ആദ്യമായിട്ടാണ് ഒരു കച്ചവട പ്രസ്ഥാനം തൊമ്മനുമായിട്ട് മുൻപേ ആലോചിക്കാതെ ചെറിയാച്ചൻ തീരുമാനിക്കുന്നത്. അതായത് ജ്വല്ലറിയുടെ പ്രസ്ഥാനം. തിരിച്ചു പോകാൻ ലോനപ്പൻ പറഞ്ഞ സമയമായിട്ടില്ല. വേണമെങ്കിൽ വേറൊരു കാര്യത്തിനു കൂടി കുറച്ച് സമയം ചെലവഴിക്കാം. അതുകൊണ്ട് ചെറിയാച്ചൻ ലോനപ്പനോട് അഭിപ്രായം ചോദിച്ചു. ഇത്ര നേരത്തെ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോയിട്ട് അവിടെ ചെന്നിട്ട് നിനക്കൊന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു കാര്യം കൂടി ചെയ്താലെന്താ? ഗോണിക്കുപ്പയിലെ സ്ഥലത്തേക്ക് വിട്ടാലോ? എന്തു പറയുന്നു അഭിപ്രായം? നിങ്ങൾ ഇതുവരെ അവിടം കണ്ടിട്ടില്ലല്ലോ. വന്ന സ്ഥിതിക്ക് അവിടം കൂടി കണ്ടുപോകുന്നതല്ലേ നല്ലത്. ഭക്ഷണം ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ പോകുന്ന വഴിക്കുള്ള ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കാം. അതിൻ്റെ തീരുമാനം ഞാൻ നിങ്ങൾക്ക് വിടുന്നു. ആ തീരുമാനമനുസരിച്ച് ഞാൻ അങ്ങ് പ്രവർത്തിക്കും എന്ന് മാത്രം. ചെറിയാച്ചൻ തൻ്റെ നേട്ടങ്ങൾ മുഴുവൻ കൂട്ടുകാരനെ കാണിച്ച് താനൊരു വലിയ ആളാണെന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയാണ് കാണുന്നത്. അക്കാമ വിചാരിച്ചു. ഏതാണേലും പഴയ കൂട്ടുകാരൻ്റെ മുമ്പിലല്ലേ വലിയ ആളായിക്കോട്ടെ. സാധാരണഗതിയിൽ ഇത്രയും കാലം തൻ്റെ മുമ്പിൽ മാത്രമായിരുന്നു ഇത്തരം വ്യഗ്രത ഉണ്ടായിരുന്നത്. ഇപ്പോഴാണല്ലോ ചെറുപ്പം മുതലുള്ള ഒരു കൂട്ടുകാരനെ കിട്ടിയത്. ഇത്രയും കാലം അല്ലെങ്കിലും ചെറിയാച്ചൻ ഏകനായിരുന്നു. കാര്യമായ കൂട്ടുകെട്ടുകൾ ഒന്നുമില്ലാതെയായിരുന്നു ജീവിതം. കട കഴിഞ്ഞാൽ വീടെന്നും വീട് കഴിഞ്ഞാൽ കടയെന്നും ഉള്ള രീതിയിൽ ജീവിച്ചിരുന്ന ആളാണ് ചെറിയാച്ചൻ. താനായിരുന്നു എല്ലാം. കൂട്ടുകാരോട് പറയുന്ന കാര്യങ്ങൾ പോലും പറഞ്ഞിരുന്നതും തന്നോട് തന്നെ. നീ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഗോണിക്കുപ്പയ്ക്ക് പോവുകയും പോണ വഴിക്ക് നിന്നും ഭക്ഷണം കഴിക്കുകയും ചെയ്താൽ നമുക്ക് എപ്പോഴേക്കെങ്കിലും തിരിച്ചു മാനന്തവാടിയെത്താൻ കഴിയും. 5 മണിക്കെങ്കിലും എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കോട ഇറങ്ങുന്നതിന് മുൻപ് ചുരം കടന്നു പോകാൻ കഴിയില്ല. ഇവിടെ നിന്നും അങ്ങോട്ട് പോകേണ്ട സമയം എത്ര വേണ്ടിവരും എന്ന് എനിക്ക് നിശ്ചയമില്ല. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ ഇക്കാര്യം പറയുന്നത്. അങ്ങനെ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇനി ഒട്ടും വൈകാതെ നമുക്ക് പുറപ്പെടുന്നതാണ് നല്ലത്. ഭാഗികമായി എങ്കിലും അവൻ സമ്മതിച്ചതിൽ ചെറിയാച്ചന് വളരെ സന്തോഷമായി. അപ്പോൾ മുതൽ ചെറിയാച്ചൻ എല്ലാ കാര്യങ്ങൾക്കും വേഗത കൂട്ടി. പോകുന്ന വഴിക്ക് നല്ല ഭക്ഷണം കിട്ടിയില്ലെങ്കിലോ എന്ന സംശയമുണ്ടായിരുന്നതുകൊണ്ട് മാനന്തവാടിയിലെ തന്നെ നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ചു പോകാം എന്ന് അവർ തീരുമാനിച്ചു. മാത്രവുമല്ല, എല്ലാവർക്കും ഫ്രഷ് ആകാനുള്ള സൗകര്യവും വേണമല്ലോ. അതും കൂടി മനസ്സിൽ കണ്ടാണ് മാനന്തവാടിയിലുള്ള ഒരു വലിയ ഹോട്ടലിലേക്ക് കയറാം എന്ന് ചെറിയാച്ചൻ തീരുമാനിച്ചത്. അവർ ഹോട്ടലിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അതിനടുത്തായി തന്നെയുള്ള ജ്വല്ലറിയുടെ സിറ്റൗട്ടിൽ സോജൻ നിൽക്കുന്നത് റിൻസി കണ്ടായിരുന്നു. എന്നാലും അവിടെ നിന്ന് കൈ കാണിച്ചാൽ വീട്ടിലുള്ളവർ കണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് അവൾ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. എന്നാൽ തന്ത്രശാലിയായ എലിസബത്ത് കൃത്യമായി ആളെ മനസ്സിലാക്കിയിരുന്നു. അവൾ അപ്പോൾ തന്നെ റിൻസിയോട് വിവരം പതുക്കെ പറയുകയും ചെയ്തു. ഒരു കാര്യം കണ്ടാൽ പിന്നെ അതവൾക്ക് കാണിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അന്ന് നിൻ്റെ കൂടെ ചായ കുടിക്കാൻ പോന്ന ആളല്ലേടി ആ നിൽക്കുന്നത്? ജ്വല്ലറിയുടെ സിറ്റ് ഔട്ടിലേക്ക് നോക്കിക്കേ. അവിടെയുള്ള ആൾ തന്നെ. നീ കണ്ടില്ല അല്ലേ ഇതുവരെ? ഞാനിപ്പോൾ കണ്ടു. നീ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ കാണില്ലായിരുന്നു. സാരമില്ല, അങ്ങനെ അവിടെ നിൽക്കട്ടെ. അതും നമ്മൾ പോകുന്നതും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ.
നീ അതിനെന്തിനാ ഇത്ര താല്പര്യമെടുക്കാൻ പോകുന്നത്? കണ്ടില്ലെങ്കിൽ നീ കണ്ടോട്ടെ എന്ന് വിചാരിച്ചാണ്. എനിക്കതിൽ പ്രത്യേക താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല. എപ്പോഴും സ്നേഹിക്കുന്ന ഹൃദയങ്ങൾ ഒരുമിക്കുന്നത് കാണുന്നത് സന്തോഷമാണ്. അതുകൊണ്ട് മാത്രം നിങ്ങൾ പരസ്പരം കണ്ട് സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചു. അത്രയുമേ ഉള്ളൂ. അങ്ങനെ പ്രിയപ്പെട്ടവരെ കാണുമ്പോഴുള്ള സന്തോഷം എനിക്കും അറിയാൻ മേലേ. അവളുടെ പറച്ചിൽ കേട്ടാൽ തോന്നും അവളൊരു ശുദ്ധ മനസ്കയാണെന്നും തൻ്റെ സന്തോഷത്തിനു വേണ്ടി മാത്രമാണ് അവൾ സോജനെ കാണിച്ചു തന്നത് എന്നും. അതിലും അവൾക്കെന്തെങ്കിലും കള്ളത്തരം കാണാനാണ് സാധ്യത. കള്ളത്തരമില്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യം കാണും. അവളല്ലേ ആള്, അവളുടെ അല്ലേ സ്വഭാവം. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ, നീ കാര്യമായി എടുക്കണ്ട. നീ എൻ്റെ സന്തോഷത്തിനാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അതുപോരെ? ഏതാണേലും നീ കാണിച്ചു തന്നല്ലോ, അതിന് നന്ദി. ഇല്ലെങ്കിൽ ഞാൻ കാണില്ലായിരുന്നു. ഇന്നിപ്പോൾ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇവളുമാർ രണ്ടുപേരും കൂടി എന്തോ പറയാൻ തുടങ്ങിയിട്ട് കുറേ സമയമായല്ലോ. ഒരുമിച്ചിരിക്കുമ്പോൾ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാതെ രണ്ടുപേർ മാത്രമായിട്ട് പറയുന്നത് എന്തോ രഹസ്യകാര്യമാണ്. എന്താണെന്ന് കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റുമോ? പെൺപിള്ളേരുടെ കാര്യമല്ലേ. അമ്മമാർ ശ്രദ്ധിക്കാതിരുന്നാൽ അത് ശരിയല്ലല്ലോ. അവരുടെ ചുറ്റിക്കളികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് അമ്മമാർക്കല്ലേ പെട്ടെന്ന് മനസ്സിലാവുക. റീത്താമ്മ ചോദിച്ചു. എന്താണ്, രണ്ടും കൂടി ചെവി കടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായല്ലോ. പുറത്തേക്ക് ഒന്നും കേൾക്കുന്നുമില്ല. രണ്ടുപേരുടെയും മുഖഭാവത്തിൽ നിന്നും എന്തോ കള്ളത്തരമാണെന്ന് തോന്നുന്നു. സംഗതി ഞങ്ങളോടും കൂടെ പറയാവുന്നതാണെങ്കിൽ പറഞ്ഞേക്ക്. നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്കും സന്തോഷിക്കാമല്ലോ. ഞങ്ങളും കൂടെ സന്തോഷിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാനില്ലല്ലോ. അതല്ല, ഞങ്ങളോട് പറയാൻ പാടില്ല, നിങ്ങൾക്ക് മാത്രം സന്തോഷിക്കേണ്ട കാര്യമാണെങ്കിൽ പറയുകയും വേണ്ടപ്പാ. റീത്താമ്മ വെറുതെ ചോദിച്ചു എന്ന് വിചാരിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചില്ല എന്നങ്ങ് വെച്ചേക്ക്. അമ്മമാർ കൂടെയുണ്ടെങ്കിൽ ഇതാ ഒരു ബുദ്ധിമുട്ട്. തങ്ങൾ എന്തെങ്കിലും രഹസ്യമായി ചെവിയിൽ പറഞ്ഞാൽ പോലും അമ്മമാർക്കത് അറിയണം. ഒരുത്തനെ നോക്കി വെള്ളമിറക്കിയാലോ അത് കണ്ടുപിടിക്കും. ഏതവനാടി എന്ന് ചോദിക്കുകയും ചെയ്യും. നമ്മൾ പറഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ച് മുഖഭാവം വ്യക്തമായി ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കും അവരെപ്പോഴും ഇരിക്കുക. അവർ എവിടെയെങ്കിലും പോയാലും അവരുടെ ശ്രദ്ധ നമ്മുടെ മുഖത്താണ്. അവരെ കബളിപ്പിക്കൽ അത്ര എളുപ്പവുമല്ല. ഞങ്ങൾ വെറുതെ സ്കൂളിലെ കാര്യം പറഞ്ഞതാണ്. സ്കൂളിലെ കാര്യമായതുകൊണ്ടാണ് ചെവിയിൽ പറഞ്ഞത്. എല്ലാവർക്കും അറിയില്ലാത്തതാണല്ലോ. അറിയാത്ത കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് എന്തിനാ? അല്ലെങ്കിലും ഞങ്ങൾ ചിരിക്കുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞാൽ പോലും നിങ്ങൾക്കതിലൊരു പ്രാധാന്യവും കാണില്ല. നല്ല ഒരു സിനിമാ പോസ്റ്റർ കണ്ടു കഴിഞ്ഞാലും ഞങ്ങൾ കൂട്ടുകാരികൾ പരസ്പരം ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യും. ഞങ്ങൾക്കതൊക്കെ മുട്ടൻ കാര്യമാണ്. അത് നിങ്ങളോട് പറഞ്ഞാലോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതാണോ ഇത്ര വലിയ കാര്യം എന്ന്. നിങ്ങൾക്ക് അപ്രധാനമെന്ന് തോന്നാവുന്ന കാര്യം പറഞ്ഞ് വെറുതെ എന്തിനാണ് നിങ്ങളുടെ അടുത്ത് നിന്നും പുച്ഛം ഏറ്റുവാങ്ങുന്നത്? അതുകൊണ്ടാണ് പറയാത്തത്. അല്ലാതെ രഹസ്യമായി ഒന്നുമില്ല. റീത്താമ്മയ്ക്ക് വിശ്വാസമായി എന്ന് തോന്നുന്നു. എന്നാൽ റിൻസിക്കറിയാം, അക്കാമ്മയുടെ മനസ്സിലാണ് അങ്ങനെ ഒരു സംശയം തോന്നിയത് എങ്കിൽ അത്ര എളുപ്പത്തിലൊന്നും തീരില്ല എന്ന്. ഭാഗ്യത്തിന് അക്കാമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയില്ല എന്ന് തോന്നുന്നു. അതെന്തായാലും നന്നായി. ഇനി തോന്നിയിട്ടും തൽക്കാലം ചോദിക്കാതെ വിട്ടതാണോ എന്ന് പോലും പറയാൻ പറ്റില്ല. ഭക്ഷണം ലോനപ്പനും കുടുംബത്തിനും നന്നായി ബോധിച്ചു. എല്ലാവരും നോൺ വെജ് കഴിക്കുന്ന ആളുകളായതുകൊണ്ട് മട്ടൻ ബിരിയാണിയാണ് പ്രധാനമായും ഓർഡർ ചെയ്തത്. അത് അവർക്കെല്ലാവർക്കും ഇഷ്ടമാണ്. നല്ല രുചിയുള്ള വിഭവമായതുകൊണ്ട് അവർ അത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു. ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴേക്കും സമയം 2 മണി. അവർ ഭക്ഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് സോജനും ജ്വല്ലറിയിലെ ബാക്കി സ്റ്റാഫ് അംഗങ്ങളും കൂടി അങ്ങോട്ട് കയറി വരുന്നത്. അകലെ നിന്നേ
അവർ വരുന്നത് റിൻസിയും എലിസബത്തും കണ്ടു. എലിസബത്ത് റിൻസിയെ തോണ്ടി. അവൾ അനങ്ങാതെ കൂടെ നടന്നു. ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയപ്പോൾ സോജൻ അവിടെ നിന്നും നടന്ന് റിൻസിയുടെ അടുത്തെത്തി. ആരാ റിൻസി അതിഥികൾ? ഞാനിവിടെ കണ്ടിട്ടുള്ളവരല്ലല്ലോ. എനിക്ക് പരിചയമുള്ളവരല്ലാത്ത ഒരു കുടുംബവും കൂടെയുണ്ട്. അതൊക്കെ ആരാണ്? അച്ചാച്ചൻ്റെ കൂട്ടുകാരനാ. ചെറുപ്പം മുതലേ ഉള്ള കൂട്ടുകാരൻ. കോഴിക്കോടാണ് ഇവർ താമസിക്കുന്നത്. ഇന്നിവിടെ വന്നതാ. പുതിയ കെട്ടിടം കാണാനും മറ്റ് ചില കാര്യങ്ങൾക്കൊക്കെയായി. കൂട്ടുകാരൻ്റെ ഭാര്യയും മക്കളുമാണുള്ളത്. ഇതിൽ മകൾ എൻ്റെ കൂടെ പഠിക്കുന്നതാണ് ഇവിടെ. ചിലപ്പോൾ ചേട്ടൻ കണ്ടിട്ടുണ്ടാവും. അപ്പോഴേക്കും ചെറിയാച്ചൻ അങ്ങോട്ട് നടന്നെടുക്കുന്നുണ്ടായിരുന്നു. ചെറിയാച്ചനും സോജനെ അറിയാവുന്നതല്ലേ. തൻ്റെ മകളുടെ ജീവൻ രക്ഷിച്ച് അവനെ അയാൾ മറക്കുമോ? എന്നാലും ഇപ്പോഴത്തെ അയാളുടെ ഭാവം മകളെ രക്ഷിച്ചവനോടുള്ള സ്നേഹമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ? കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെങ്കിലും കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലത്. അവരും കൂടി കഥയുടെ ഓരോ ഭാഗങ്ങൾ കേട്ട് രസിക്കട്ടെന്ന്. അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കേ.